നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ വില്ലനെ കാണാനായിട്ട് കളർ മുടി വന്നിട്ടുണ്ട്. കളർ മുടി വില്ലന്റെ ബ്ലഡ് വാങ്ങുന്നുണ്ട്. എന്തോ ഒരു എക്സ്പെരിമെന്റിനാണെന്ന് പറഞ്ഞിട്ട് വില്ലന് പേടിയുണ്ട്. എവളെ ഈ ബ്ലഡ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാലോ, ഇനി അവള് വാമ്പയർ ആവാനായിട്ട് ഉപയോഗിച്ചാലോ, ആ പേടി വില്ലനുണ്ട്. എന്തായാലും സൂക്ഷിച്ച് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വില്ലൻ ഇത് കൊടുക്കുന്നത്. ഇതിനുശേഷം വില്ലൻ നേരെ കാണാൻ പോകുന്നത് മാനേജർ ഒരു സിസ്റ്ററിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ബ്ലഡ് എടുക്കണമെന്ന്. ആ സിസ്റ്റർ ഒറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ തൂക്കിയതാണ്. ഇപ്പം വില്ലൻ ആ സിസ്റ്ററിനെയും കൊണ്ട് അകത്തോട്ട് കയറി വന്നിട്ട് മാനേജറിനോട് ഒരുപാട് ദേഷ്യപ്പെടും. ഞാൻ ക്ഷമിച്ചാലും ഞാൻ ചെയർമാനോട് പറഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അതായത് ചെയർമാനോട് പറഞ്ഞിട്ട് മാനേജറിനെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്താണ് ഈ വില്ലൻ മാനേജറിനോട്. മാനേജർ ഇതൊക്കെ കേട്ട് വിഷമിച്ച് പേടിച്ച് അവിടെ നിൽക്കുകയാണ്. ചെയർമാൻ ഒന്നാമത് മാനേജറിനോട് ചെറിയൊരു കലിപ്പുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പം വില്ലൻ മാനേജറിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി മേലെ ഡ്രഗ് ഡീമിന്റെ കാര്യം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ആവുന്ന സമയത്ത് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ, കൂട്ടുകാരി, പിന്നെ താടിക്കാരൻ ഇവരെല്ലാരും കൂടെ ഹീറോന്റെ വീട്ടിൽ വന്നേക്കാണ് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്. ഹോസ്പിറ്റലിൽ വെച്ച് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന അത്ര നല്ലതല്ല, ഇത് ചോർന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹീറോന്റെ വീട്ടിൽ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് തീരുമാനിച്ചേക്കുന്നത്. ഇവരിങ്ങോട്ട് വന്നപ്പോൾ ആ റോബോട്ട് ഇവരെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. താടിക്കാരൻ ഇത് കണ്ട് അത്ഭുതപ്പെടും. അടിപൊളി റോബോട്ടാന്ന് പറഞ്ഞിട്ട് എന്തായാലും അവരകത്തോട്ട് കയറി പോകുമ്പോൾ കൂട്ടുകാരി അകത്തോട്ട് കയറി പോകുന്നില്ല. കാരണം റോബോട്ട് കൂട്ടുകാരിയോട് കാര്യങ്ങൾ പറയുകയാണ്, അവളുടെ ബോഡി ഫാറ്റ് പെർസെന്റേജ് ഒക്കെ. ഇതൊക്കെ കേട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് കൂട്ടുകാരൻ വരും. കൂട്ടുകാരൻ അവളോട് നാണിച്ച് ഫ്ലർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അവളും തിരിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത്. റോബോട്ട് ഇവരെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേരുടെ ഹാർട്ട് റേറ്റും കൂടുതലാണ്. അതിനർത്ഥം ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്നാണ്. ഇപ്പൊ റോബോട്ട് അത് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ രണ്ടുപേരുടെ ഹാർട്ട് റേറ്റും ഒരുപാട് കൂടുതലാണെന്ന്. ഇതിനുശേഷം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഈ വൈറസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഈ വൈറസ് ബാധിച്ചാൽ 10-300 വർഷം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും ഈ വൈറസ് ബാധിച്ചാൽ. എന്നാൽ ഈ വൈറസ് അച്ഛനും അമ്മയ്ക്കും ബാധിക്കപ്പെട്ടിട്ട് അതിനുശേഷം ജനിക്കുന്ന കുട്ടിക്ക് മരണമില്ല. അവൻ അവന്റെ 20ാമത്തെ വയസ്സിൽ സ്റ്റക്കായിട്ട് പോകും. ഇത് കേൾക്കുന്ന കൂട്ടുകാരിക്ക് ഡൗട്ട് ആവുന്നുണ്ട് ഹീറോനെ. കാരണം ഹീറോയ്ക്ക് 40 വയസ്സായെന്ന് പറഞ്ഞിട്ടും അവൻ 20 വയസ്സിന്റെ ലുക്കേ ഉള്ളൂ. കൂട്ടുകാരി ആകെ വണ്ടടിച്ച് അവിടെ ഇരുന്ന് പോവാണ്. അതുപോലെ ഹീറോ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ബ്ലഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീഴുവാണെങ്കിൽ ആ ചുറ്റുമുള്ള ഓർഗാൻസ് എല്ലാം പെട്ടെന്ന് വളരും. അന്ന് ഹീറോയിനെ രക്ഷിച്ചതിന് ശേഷം അവിടെ ഇരുന്നപ്പോൾ അവന്റെ രക്തം അവിടുത്തെ കാട്ടിൽ വീണില്ലേ, ആ സമയം കാട് ഭയങ്കരമായിട്ട് വളർന്നില്ലേ, അത് അവന്റെ ബ്ലഡ് കാരണമാണ്. ഇത് ഹീറോയിന് ഓർമ്മയുണ്ട്. ഹീറോയിൻ അവനോട് ചോദിക്കും അതുകൊണ്ടാണോ അങ്ങനെ ആയെന്ന്. അവൾ അറിയാതെ ചോദിച്ചാണ്. ഇത്രയും പേര് കൂടി നിന്ന കാര്യം അവള് മറന്നുപോയി. പെട്ടെന്ന് തന്നെ അവള് മാറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോന്റെ അറിവ് കണ്ടിട്ട് താടിക്കാരൻ ചോദിക്കും, ഇത്ര അറിവ് എവിടെ നിന്നാണ് ഈ വൈറസിനെ പറ്റി കിട്ടിയെന്ന്. ഹീറോ പറഞ്ഞു കൊടുക്കും, അവന്റെ അമ്മ പണ്ട് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണെന്ന്. ഈ നേരം കളർ മുടിയുള്ള ഡോക്ടർ ആണെങ്കിൽ ബ്ലഡ് ഒക്കെ അടിച്ചു മാറ്റി കാറിൽ വന്ന് കയറുന്നുണ്ട്. അവള് കാറ് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ബ്ലഡ് കുത്തിവെക്കാനെങ്ങാണ്ട് പോയതാണ്. പെട്ടെന്ന് തന്നെ ഒരു വാമ്പയർ വന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കും. അവളെ കൊന്നോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല, അത് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കട്ട് ചെയ്താൽ ഹീറോയിനെ കാണിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് വീട്ടിൽ പോയി. ഇനി ഹീറോയിൻ മാത്രമേ പോകാനുള്ളൂ. ഹീറോ നീ എന്താ പോകത്തേന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഹീറോനെ കൂടെ ഒന്ന് വരുമെന്ന് ചോദിക്കും. എന്നാൽ അവൻ വരത്തില്ല എന്ന് പറയുമെങ്കിലും കൂടെ പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഹീറോയിന്റെ വീട്ടിൽ ചെല്ലും. ഹീറോയിൻ അവനോട് പറയും അവൾക്ക് പേടിയാണെന്ന് ഈ വീട്ടിൽ വരാനായിട്ട്. കാരണം ഈ വീട്ടിൽ ആരോ ഉള്ളത് പോലെയൊക്കെ അവൾക്ക് തോന്നാറുണ്ടെന്ന്. അവൻ പറയും അത് സാധാരണയല്ലേ, നീ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതാണെന്ന്. പക്ഷെ ഹീറോയിൻ ഉറപ്പാണ് ആരോ വീട്ടിൽ കയറിയത് പോലെ. കാരണം ആ ഡ്രാക്കുള്ള മാത്രം തറയിൽ മറിഞ്ഞു കിടന്നില്ലേ ആ ഒരു പാവക്കുട്ടി, അതുകൊണ്ട് തന്നെ അവൾക്ക് ഉറപ്പാണ്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഹീറോയിനോട് ചോദിക്കും, നീ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, ഇത് മൊത്തം കറുത്ത ഡ്രസ്സാണ്, നിന്നെ കണ്ട കാലനെ പോലാണ് ഇരിക്കുന്നത്, നീ ആൾക്കാരെ കൊല്ലാൻ വരുന്ന ആളാണോ, നല്ല കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടൂടെ എന്ന് ചോദിച്ചിട്ട് അവനെ കളിയാക്കും. അതുമല്ല അവനോട് ചോദിക്കുന്നുണ്ട് നാളെ അവൻ ഫ്രീ ആണോന്ന്. അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഈ സമയം കളർ മുടീനെ കൊന്നിട്ടില്ല. കളർ മുടീനെ നേരെ കൊണ്ടുവന്നിരിക്കുന്നത് വില്ലന്റെ അടുത്താണ്. വില്ലൻ അവളെ ഒരുപാട് ചീത്ത പറയും. വില്ലന് അവളുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആ വാമ്പയറിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അത് നേരെ ചൊവ്വേ നടക്കുവാണെങ്കിൽ വില്ലൻ കളർ മുടിക്ക് വാമ്പയറിന്റെ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും നാള് ഏകദേശം 5-6 വർഷം എക്സ്പെരിമെന്റ് ചെയ്തിട്ടും അതങ്ങോട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അടിച്ചു മാറ്റിയതാണ്. ഇനി അത് നടക്കുമെന്ന് അറിയാൻ പാടില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നേനെ, അവൾക്ക് ബ്ലഡ് കിട്ടിയേനെ. അവൾ കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തതാണ്, ഇനി ഞാൻ ചെയ്യില്ല, ഞാൻ പ്രോജക്റ്റ് അടിപൊളിയായിട്ട് ചെയ്തോളാന്ന്. എന്നാൽ വില്ലൻ പറയും, നീ ആ പ്രോജക്റ്റില് നിന്റെ ശ്രദ്ധ ഫുള്ള് കൊടുത്തിട്ടില്ല. പകരം നീ നിനക്ക് വേണ്ടിയാണ് ആ പ്രോജക്റ്റ് ചെയ്തത്, ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല. നിനക്ക് എന്റെ ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നീ ആ പ്രോജക്റ്റ് ചെയ്തതാണ്. അതിൽ കറക്റ്റായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല. ശ്രദ്ധ നീ നേരെ ചോയി കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് എന്നെ കറക്റ്റായിട്ട് വന്നേനെ, പക്ഷെ വന്നില്ലല്ലോ. ഇതും പറഞ്ഞിട്ട് വില്ലൻ അവളുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു കളയാണ്. അവിടെ വെച്ച് തന്നെ അവളെ കൊന്നു കളയുന്നുണ്ട്. വില്ലൻ അവള് ബ്ലഡ് കട്ടെടുത്തോണ്ട് പോയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ കൊന്നു കളഞ്ഞതാണ്. അവളെ ഇനി ആവശ്യമില്ല അവന്. 5 വർഷം മുമ്പ് ഇവര് തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. മനസ്സിലായല്ലോ എന്ത് കരാറാണെന്ന്. ഈ വാമ്പയറിന്റെ ബ്ലഡ് അവൾക്ക് കൊടുക്കാന്ന് ആ എക്സ്പെരിമെന്റ് സക്സസ് ആയാല്. എന്നാൽ എക്സ്പെരിമെന്റ് സക്സസ് ആയില്ല. സക്സസ് ആവത്തില്ല എന്ന് തോന്നിയപ്പോഴാണ്
അവർ ഇത് എടുത്തോണ്ട് പോയത് ഈ ബ്ലഡ് സ്വന്തമായിട്ട് കുത്തിവെച്ച് വാമ്പയർ ആവാനായിട്ട്. പിറ്റേ ദിവസം ഹീറോയിനെ വിളിച്ചിട്ട് ഒരു തുണിക്കടയിൽ വരുന്നുണ്ട്. അവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനായിട്ട്. അവന് എല്ലാവരും കളർ സെൻസ് ഇല്ലാതെ കറുത്തത് മാത്രമാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അവന് വാങ്ങി കൊടുക്കാനായിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് കുറെ അധികം ഡ്രസ്സ് അവന് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവൻ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും അവള് അത് വാങ്ങിച്ചോണ്ട് അതെടുത്തിട്ട് ബില്ലടിക്കാനായിട്ട് വരും. ഹീറോ അവന്റെ കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ അവള് സമ്മതിക്കുന്നില്ല. ഞാൻ നിനക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവൻ വേണ്ടാന്ന് പറയെങ്കിലും അവള് പറയും, നീ പണ്ടെന്നെ രക്ഷിച്ചതല്ലേ, ഇതൊന്നും ഒന്നും ആവത്തില്ല, നിനക്ക് ഇനിയും ഒരുപാട് ഉപയോഗം ചെയ്താലേ അതിനോട് ടാലി ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. പിന്നീട് അവര് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ഹീറോയ്ക്ക് വെയില് കൊള്ളുമ്പോൾ കണ്ണിന് വേദന എടുക്കുന്നുണ്ട്. അവനെ കൊണ്ട് അത് താങ്ങാൻ പറ്റുന്നില്ല. ഇത് ഹീറോയിന് മനസ്സിലായി. ഞാൻ നിനക്കൊരു കാര്യം വാങ്ങിച്ചു തരാമെന്ന് അവനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം അവർ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ ഹീറോനെ ബാക്കിയുള്ള മനുഷ്യർ എന്തോ ഒരു അത്ഭുത ജീവിനെ നോക്കുന്ന പോലെ നോക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവൻ വലിയൊരു കണ്ണാടി എന്നെ വെച്ചിട്ടാണ് പോകുന്നത്. അത് ഹീറോയിൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അവന് കണ്ണ് വേദനിക്കുന്നത് കൊണ്ട്. സാധാ ഒരു കണ്ണാടി മതിയായിരുന്നു, എന്നാൽ ഹീറോയിൻ മനഃപൂർവ്വം അവനെ കളിയാക്കാനായിട്ട് ഇങ്ങനെ ഒരു കണ്ണാടി വാങ്ങിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ വഴി പോകുന്ന ആൾക്കാരെല്ലാം ഹീറോയിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഹീറോയിൻ കളിയാക്കി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹീറോന്റെ ഫോണിലോട്ട് കോള് വരും. എന്തോ ഒരു അർജന്റ് ആണ്. അവന്റെ കയ്യിലിരിക്കുന്ന കവറൊക്കെ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഹീറോയിൻ അമ്മയെ പോലെ കാണുന്ന ആ നേഴ്സില്ലേ, അവർക്ക് സീരിയസ് ആണ്. ഇതറിഞ്ഞിട്ട് ഹീറോയിൻ പുറത്തു വന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഹീറോയ്ക്ക് എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവൻ അവളുടെ അടുത്ത് നിന്നിട്ട് അവളുടെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് അവളെ സമാധാനപ്പെടുത്തും. അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അവളുടെ അമ്മയും അച്ഛനും മരിച്ചു പോയതിനു ശേഷം അവൾ അമ്മേനെ പോലെ കാണുന്ന ഒരു സിസ്റ്ററാണ് അവര്. അവർക്കാണ് ഇപ്പൊ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. അവരുടെ വയറ്റിൽ ഒരു ട്യൂമർ ഉണ്ട്, അത് എടുത്തു മാറ്റണം. എടുത്തു മാറ്റിയാലും ജീവിക്കുമെന്ന് അറിയാൻ പാടില്ല. ഇതിനുശേഷം ഹീറോയിനെ വിളിച്ച് മാറിയിരിക്കും. അവളോടൊരു കാര്യം ചോദിക്കും, അതായത് സിസ്റ്ററിന് ഓപ്പറേഷൻ ചെയ്യട്ടോ എന്ന്. വേറൊന്നുമല്ല, ഹീറോന്റെ ബ്ലഡ് കൊടുത്ത് ആ സിസ്റ്ററിനെ രക്ഷിക്കാന്നാണ് അവളോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ദേഷ്യമാവും. കാരണം അത് ഭയങ്കര അപകടമാണ്. ഈ വൈറസ് ലോകത്തിന്റെ മുൻപിലോട്ട് എത്തിപ്പെടത്തില്ലേ. പക്ഷെ അവൾക്ക് സിസ്റ്ററിനെ വിട്ടുകൊടുക്കാനും വയ്യ. ഹീറോ അവളോട് പറയും, നീ കുറച്ചു നേരം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ 2-3 ദിവസം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് പതിയെ തീരുമാനിക്കാന്ന്. ഹീറോയ്ക്കും സിസ്റ്ററിനെ വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല. കാരണം ഹീറോയിൻ ഒരുപാട് വിഷമവും. ഹീറോയിൻ വിഷമിക്കുന്നത് അവന് കണ്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് ചുമ്മാ അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷന്റെ ഇടയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നീട് അവന്റെ കൂട്ടുകാരനെ വന്ന് കാണും. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മരുന്ന് ഉണ്ടാക്കണമെന്ന് പറയും. ആ മരുന്ന് ഏക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. 2 ദിവസത്തിനകം കണ്ടുപിടിക്കണമെന്ന് പറയും. എന്നാൽ കൂട്ടുകാരന് ഒന്നും അറിയാൻ പാടില്ല. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അവനാകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഹീറോ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അവൻ ആ മരുന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കൂട്ടുകാരനോട്. ചിലപ്പോൾ കൂട്ടുകാരൻ കണ്ടുപിടിക്കായിരിക്കും, അറിയാൻ പാടില്ല. രാത്രിയാവുന്ന സമയത്ത് ഹീറോയും വീട്ടിൽ വന്ന് ആലോചിക്കുകയാണ് ഹീറോ പറഞ്ഞ കാര്യം, അതായത് സിസ്റ്ററിന് ആ ബ്ലഡ് കൊടുക്കുന്ന കാര്യം. അവൾക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. പിറ്റേ ദിവസം ഹീറോ ജോലിക്ക് വരുമ്പോൾ അവനെ ക്രോസ് ചെയ്ത് പുതിയൊരാൾ നടന്നു പോകുന്നുണ്ട്. ഒരു കണ്ണാടി വെച്ച മനുഷ്യനാണോന്ന് അറിയത്തില്ല, ഇനിയിപ്പോ വാമ്പയർ ആണോന്ന് അറിയാൻ പാടില്ല. അവൻ ഹീറോനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അവൻ പോയതിനു ശേഷം ഹീറോ അവനെ തിരിച്ച് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അതായത് ഇവർക്ക് തമ്മിൽ എന്തോ സെൻസ് ചെയ്യാൻ കഴിയുന്നത് പോലെ. ഈ കണ്ണാടി വെച്ച മനുഷ്യൻ നേരെ പോയി കാണുന്നത് വില്ലനെയാണ്. വില്ലൻ അവനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഇവൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വന്ന ആളാണ്. വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വില്ലൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ നേരം കൂട്ടുകാരി താടിക്കാരനെ വന്ന് കാണും. താടിക്കാരനോട് അവളുടെ സംശയം പറയും, ഇനിയിപ്പോ ഹീറോ വാമ്പയർ ആണോന്ന്. എന്നാൽ താടിക്കാരൻ കളിയാകും, നീ ഓരോ കേഡ്രാമയും സീരീസ് ഒക്കെ കണ്ട് നിനക്ക് പ്രാന്തായതാ, ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ എന്ന് പറയും. അല്ല, അയാള് വാമ്പയർ ആണ്, എനിക്ക് ഉറപ്പാന്ന് പറയുമ്പോൾ താടിക്കാരൻ പറയും, അവൻ വാമ്പയർ ആണെങ്കിൽ ഞാൻ ഡ്രസ്സൊന്നും ഇടാതെ ഈ ഫ്ലോറിൽ കൂടെ എന്റെ അണ്ടർവെയർ ഇട്ട് ഓടാന്ന് കൂട്ടുകാരിയോട് പറയും. അതായത് ഹീറോ ഇനിയിപ്പോ വാമ്പയർ ആണെന്ന് തെളിഞ്ഞാൽ ഇയാൾ ഡ്രസ്സൊന്നും ഇടാതെ ഫ്ലോറിൽ കൂടെ ഓടാന്ന് പറയും. ഇനിയിപ്പോ ഓടേണ്ടി വരും. എന്തായാലും ഹീറോ വാമ്പയർ ആണല്ലോ, പക്ഷെ ഇയാൾക്ക് അറിയാത്തതാണ്. ഈ നേരം ഹീറോ ആ സിസ്റ്ററിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവരെ നോക്കി അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വില്ലൻ അവിടെ നിൽപ്പുണ്ട്. വില്ലൻ ഹീറോനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കും. വില്ലൻ ഹീറോനോട് പറയും, സിസ്റ്ററിന്റെ ദൈവം മറ്റാരുമല്ല, അത് നീയാണ്. നീ പണ്ടൊരു പയ്യനോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, എന്നോട് നന്ദി പറയണ്ട, പകരം ആ അവയവം തന്ന ആളിനോടാണ് നന്ദി പറയേണ്ടതെന്ന്. അതേപോലെ സിസ്റ്ററിന്റെ ദൈവം നീയാണെന്ന്. നിന്നോട് വേണം സിസ്റ്റർ നന്ദി പറയാനെന്ന്. ഇതും പറഞ്ഞിട്ട് വില്ലൻ മാറിപ്പോവും. ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോന്റെ ബ്ലഡ് കൊടുത്ത് സിസ്റ്ററിനെ രക്ഷിക്കാനാണ് വില്ലൻ പറഞ്ഞതെന്ന്. ഇനിയിപ്പം ഹീറോ രക്തം കൊടുത്ത് രക്ഷിച്ചതിന് ശേഷം വില്ലന് വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. വില്ലൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹീറോ ആകെ സ്റ്റക്കായിട്ട് നിന്ന് പോകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ബ്ലഡ് കൊടുത്താലും ബ്ലഡ് കൊടുത്തില്ലേലും പ്രശ്നമാണ്. ഇതിനുശേഷം ഹീറോനെ വന്ന് കാണും. അവനോട് അവളുടെ തീരുമാനം പറയും. മറ്റൊന്നുമല്ല, രക്തം കൊടുക്കേണ്ടെന്ന് തന്നെയാണ് അവളുടെ തീരുമാനം. കാരണം ഈ രക്തം പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആയാൽ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. ഒരാൾക്ക് പോയാൽ ഇത് വീണ്ടും വീണ്ടും സ്പ്രെഡ് ആവും. അങ്ങനെ എല്ലാവരും വാമ്പയറായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോനോട് കൊടുക്കണ്ടെന്ന് പറയും. സിസ്റ്റർ മരിച്ചുപോയാൽ വേറെ കുറെ സിസ്റ്റർമാർ വരും കുട്ടികളെ നോക്കാനായിട്ട്. അതുകൊണ്ട് അത് സാരമില്ല എന്ന് പറയും. പിന്നെ ഹീറോ എന്നാ പിന്നെ ഞാൻ രക്തം കൊടുക്കുന്നില്ല, പകരം ഞാൻ തന്നെ സർജറി ചെയ്യുമെന്ന് ഹീറോയിനോട് പറയുമ്പോൾ അവൾക്ക് പേടിയാണ്, അവന് രക്തക്കൊതി വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കണ്ടുപിടിക്കത്തില്ലേ. പക്ഷെ ഹീറോ ഞാൻ അതിന് വഴി കണ്ടുപിടിച്ചോളാം, ഞാൻ സർജറി ചെയ്യാന്ന് പറയുന്നുണ്ട്. കട്ട് ചെയ്താൽ പുതിയതായിട്ട് ഒരു ഡോക്ടർ വന്നില്ലേ. ആ ഡോക്ടർ
ആ വാർഡിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ നേഴ്സുമാരോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ നേഴ്സുമാർ ചോദിക്കും ഇവിടുത്തെ കളർ മുടിയുള്ള ഡോക്ടർ എന്ത് ചെയ്യുന്നു. അവര് അമേരിക്കയിൽ പോയെന്ന് ഇയാൾ കള്ളം പറയും. അവര് മരിച്ചു എന്ന് പറയുന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുമല്ല, കളർ മുടിക്ക് പകരം വന്ന ഡോക്ടറാണ് ഇയാള്. ഇപ്പൊ ഇയാള് സിറിഞ്ച് എടുത്തിട്ട് ഞാൻ രോഗികളെ ചികിത്സിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാനായിട്ട് പോകും. അവിടെ ചെന്നിട്ട് ഒരാളെ ടെസ്റ്റിനായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ, അയാൾക്ക് മരുന്ന് കുത്തിവെക്കുകയാണ്. എന്നാൽ അയാൾക്ക് ദേഷ്യം വന്നിട്ട് വേദന എടുത്തിട്ട് ഈ ഡോക്ടറിന്റെ തലക്കിട്ട് ഒരു തട്ട് കൊടുക്കും. ഈ ഡോക്ടറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്നാലും പ്രകടിപ്പിക്കുന്നില്ല. പകരം അയാളോട് ചിരിച്ചിട്ട് പറയും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എനിക്ക് ദേഷ്യം വരുമെന്ന്. ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഡോക്ടറിന് ചിലപ്പോൾ വാമ്പയർ ആണെന്ന്. രാത്രിയാവുന്ന സമയത്ത് ഹീറോ വീട്ടിൽ വരുമ്പോൾ കൂട്ടുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. വേറൊന്നുമല്ല, ഹീറോയ്ക്ക് രക്തക്കൊതി വരാതിരിക്കാനായിട്ട് അവനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോയ്ക്ക് അത് കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ അത് സിറിഞ്ചായിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പൊ എടുക്കേണ്ട കാര്യമില്ല, സർജറിക്ക് മുൻപ് എടുത്താൽ പോരെ. അതുമല്ല, വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഹീറോയിനാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചത്. അന്ന് കൂട്ടുകാരൻ്റെ കുറച്ച് ഫോർമുലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ, അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കി. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവും. ഹീറോയിൻ ഒരുപാട് രാത്രികൾ ഉറക്കം എണീറ്റിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അവൾ ഒരുപാട് രാത്രി ഉറങ്ങിയിട്ടില്ല. ഇത് കൂട്ടുകാരന് മനസ്സിലായി, ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമെന്ന്. ഹീറോനോട് ഈ കാര്യം പറയും. ഹീറോയ്ക്ക് മനസ്സിലാവും അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ച് കൊടുത്തത്. പിറ്റേ ദിവസം ഹീറോനെ കാണാനായിട്ട്, ഹീറോ ഹോസ്പിറ്റലിൽ ജോലി എടുക്കുന്ന നേരം ഹീറോനെ കാണാനായിട്ട് കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ എടുത്തോണ്ട് വന്ന് ഹീറോയ്ക്ക് കുത്തിവയ്ക്കും. വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ വേദനയൊന്നുമില്ല. ഈ സമയം അങ്കിൾ ആ സിസ്റ്ററിനെ കാണാൻ വന്നിട്ടുണ്ട്. അങ്കിളിന് സിസ്റ്റർ മരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഈ അങ്കിളിന്റെ വിഷമം കണ്ടിട്ട് സിസ്റ്റർ പറയും എത്ര പണം ഉണ്ടായിരുന്നാലും ഒരു നാള് മരിക്കപ്പെടുമെന്ന്. എന്നാൽ അങ്കിൾ പറയും ഇല്ല, പണം ഉണ്ടെങ്കിൽ മരണത്തിന് തടഞ്ഞു വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് തരട്ടോ, നിങ്ങളുടെ മരണത്തിന് തടഞ്ഞു വെക്കാൻ പറ്റും. എന്നാൽ സിസ്റ്റർ അതിനെ നിരസിക്കും. കാരണം ദൈവം വിളിക്കുന്ന സമയത്ത് പോകണമെന്നാണ് അവർ പറയുന്നത്. ഇവരൊരു മരുന്ന് വികസിപ്പിച്ചില്ലേ, അത് സിസ്റ്ററിന്റെ ദേഹത്ത് കുത്തിവെക്കട്ടോ എന്നാണ് ചോദിച്ചത്. എന്നാൽ സിസ്റ്റർ അത് നിരസിച്ചു. സിസ്റ്ററിന് താല്പര്യമില്ല. അവരെപ്പോഴാണോ മരിക്കാൻ വിധിക്കപ്പെട്ടത് ആ സമയത്ത് മരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വേറെ മരുന്നൊന്നും കുത്തിവെക്കേണ്ട, ഞാൻ മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെന്ന് അവർ പറയുന്നുണ്ട്. അങ്കിളിനും വലിയ കുഴപ്പമൊന്നുമില്ല, സിസ്റ്റർ പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താൽ ഹീറോ ഡ്രസ്സൊക്കെ മാറി ഓപ്പറേഷനായിട്ട് പോകുന്നുണ്ട്. അവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ആ ഹാൾവേയിൽ കൂടെ നടന്നു പോകുമ്പോൾ അവന്റെ മൈൻഡിലോട്ട് രക്തത്തിന്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. ആ മരുന്നെടുത്താലും ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ അവന്റെ കയ്യിൽ വന്ന് പിടിക്കും. പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ നടന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകും. അവിടെ തന്നെ സിസ്റ്ററിന് സർജറി ചെയ്യാനായിട്ട് റെഡിയാക്കി കിടപ്പുണ്ട്. മണ്ടയിൽ തന്നെ അങ്കിളും വില്ലനും നോക്കി നിൽപ്പുണ്ട്. ഈ സർജറി എന്താവുമെന്നേ. എന്തായാലും ഹീറോയിനും കൂടെ വന്ന് സർജറി ചെയ്യുന്നുണ്ട്. ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഹീറോ ഒന്ന് അറയ്ക്കുന്നുണ്ട്. ഈ രക്തം കാണുമ്പോഴേ ആ മരുന്ന് പിടിച്ചു തുടങ്ങിയിട്ടില്ല, പതിയെ പിടിക്കത്തുള്ളൂ. എന്തായാലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവര് സർജറി ചെയ്യുന്ന സമയത്ത് അത് കീറി അകത്തോട്ട് പോകും. കീറി നോക്കുമ്പോഴാണ് ഇവര് ഒരു കാര്യം കാണുന്നത്. അതായത് ആ നേഴ്സിന്റെ ദേഹത്തുള്ള ട്യൂമർ ഭയങ്കര അധികം വലുതാണ്. അതെടുത്താൽ ആ സ്ത്രീ എന്തായാലും മരിച്ചു പോകും. ഒരു ഭാഗ്യ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഹീറോയിൻ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് തന്നെ സർജറി ചെയ്യേണ്ട, പകരം മുറിവ് വെച്ച് കെട്ടാൻ പറയും, തിരിച്ചു തുന്നാൻ പറയും. എന്നാൽ ഹീറോ പറയും ഇതാണ് നമുക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതുകൊണ്ട് നേഴ്സിനെ സഹായിക്കാനായിട്ട് ഇതെങ്കിലും അവസാനമായിട്ട് ചെയ്യണമെന്ന്. എന്തായാലും അവർ മരിക്കും. അതിനു മുമ്പ് ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ളൊരു നിലയിൽ ഇത് ചെയ്തു നോക്കാന്ന് പറയും. പക്ഷെ ഇത് ചെയ്യുവാണെങ്കിൽ അവർ എന്തായാലും മരിക്കും. അത് ഹീറോയിൻ അറിയാം. ഹീറോയിനോട് ഇത് തിരിച്ചു കെട്ടാൻ പറയുമ്പോൾ അവന് മനസ്സ് വരുന്നില്ല. ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു സർജൻ എന്ന നിലയ്ക്ക് അവനത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഹീറോയിൻ വേണ്ടാന്ന് പറയും. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്കിള് മണ്ടയിൽ ഇരിപ്പുണ്ടല്ലോ, അവർക്ക് മനസ്സിലായി ഈ സർജറി എന്തായാലും ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ ആ നേഴ്സ് മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അങ്കിള് വിളിച്ചു പറയും ആ സർജറി ചെയ്യേണ്ടെന്ന്. അങ്കിള് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ലല്ലോ. ഹീറോ ബാക്കിയുള്ള ആൾക്കാരോട് പറയും സർജറി ചെയ്യേണ്ട, പകരം തുന്നി കെട്ടാനായിട്ട്. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഹീറോ ഒരു സൈഡിൽ മാറി നിന്ന് വിഷമിക്കുകയാണ്. അവന് സർജറി ചെയ്തിട്ട് സിസ്റ്ററിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഹീറോയിനും കൂടെ അങ്ങോട്ട് വരും. ഹീറോയിന് നല്ല വിഷമമുണ്ട്. അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് അവള് ഹീറോനെ വന്ന് കെട്ടിപ്പിടിക്കും. ഹീറോയും അവളെ തിരിച്ച് കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താണ്. സാരമില്ല, എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞ്. ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെല്ലാം ജൂനിയർ പെൺകുട്ടി കാണുന്നുണ്ട്. അവൾ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അവളുടെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട്. ഇനിയിപ്പോൾ അവൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഹീറോന് ഒറിജിനലായിട്ട് ഇഷ്ടമാണോ എന്നും അറിയാൻ പാടില്ല. പിന്നീട് ജൂനിയർ പെൺകുട്ടി നേരെ പോയി കാണുന്നത് വില്ലനെയാണ്. വില്ലനോട് കാര്യം പറയും. ഹീറോന്റെ കാര്യം അറിയാന്നേ. അതായത് അവന്റെ ദേഹത്ത് പിടിക്കുമ്പോൾ തന്നെ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്ത് പിടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഇവ സാധാരണ ഒരു മനുഷ്യനല്ലാന്ന്. ഇപ്പൊ ഇവർക്ക് ഉറപ്പായി ഹീറോനെ പറ്റി അറിയാന്ന്. അത് വന്ന് വില്ലനോട് പറയുന്നുണ്ട് ഈ ജൂനിയർ പെൺകുട്ടി. അതുമാത്രമല്ല, സർജറിയുടെ ഇടയ്ക്ക് ഹീറോ സ്റ്റക്കായിട്ട് നിന്നില്ലേ, ആ സമയം ഹീറോയിൻ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു സർജറി ചെയ്യാനായിട്ട്. അങ്ങനെ വിളിക്കണമെങ്കിൽ ഹീറോയിൻ അറിയാന്നാണ് ഇവര് പറയുന്നത്. രാത്രി വന്ന സമയത്ത് താടിക്കാരൻ ജോലിയൊക്കെ കഴിഞ്ഞ് കാറ് പാർക്ക് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഒരു വാമ്പയർ ഇയാളുടെ തൊട്ട് ഫ്രണ്ടിൽ ചാടി വീഴും. ഇയാൾ ആക്രമിക്കാനാണ്. ഇയാളുടെ തൊണ്ടയ്ക്ക് കയറി പിടിക്കുന്നുണ്ട്. ഇനി ഇയാളെ കൊന്നൊന്നറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളും ജോലി കഴിഞ്ഞ് അവളുടെ റൂമിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അവൾ തിരിച്ചു വരുന്ന സമയത്ത് റൂമിൽ ആരോ റേഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായി റൂമിൽ ആരോ ഉണ്ടെന്ന്. എന്തായാലും പതിയെ അവൾ ചെന്ന് ലൈറ്റ് ഇടുമ്പോൾ അവൾ ആക്രമിക്കാനായിട്ട് ഒരു വാമ്പയർ
വാമ്പയർ വന്നിട്ടുണ്ട്. ആ വാമ്പയർ ഹീറോയിനെ ആക്രമിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവളെ കൊല്ലോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് 14ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.